ഹായ് വെൽക്കം ബാക്ക് ടു ഈസി കോഡിംഗ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നോക്കിയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ അടുത്തൊരു ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ചാപ്റ്റർ 14 ഡിസീസസ് ഓഫ് ജെനിറ്റോ യൂറിനറി സിസ്റ്റം. ഇതിൻ്റെ കോഡ് റേഞ്ച് വന്നിട്ട് N00 to N99 വരെയാണ്. ഇത് വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടെയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്രോണിക് കിഡ്നി ഡിസീസ് അഥവാ CKD. ഈ കണ്ടീഷൻ കോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഗൈഡ് ലൈൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ ക്രോണിക് കിഡ്നി ഡിസീസിനെ അല്ലെങ്കിൽ CKDനെ അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ചിട്ട് 5 സ്റ്റേജസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സ്റ്റേജ് 1 to സ്റ്റേജ് 5. സ്റ്റേജ് 1 എന്ന് പറയുന്നത് N18.1 ആണ്. അതിൻ്റെ കോഡ് വരിക N18.1 ആണ്. സ്റ്റേജ് 2 അത് മൈൽഡ് സ്റ്റേജ് ആണ്. അതിൻ്റെ കോഡ് വരിക N18.2 ആണ്. സ്റ്റേജ് 3 മോഡറേറ്റ് N18.3. സ്റ്റേജ് 4 സിവിയർ N18.4. സ്റ്റേജ് 5 N18.5 ആണ്. ഇത് കൂടാതെ അടുത്തൊരു സ്റ്റേജ് ആയിട്ട് പറയുന്നതാണ് ESRD, ലാസ്റ്റ് സ്റ്റേജ് ആയിട്ട് പറയുന്നതാണ് എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ്. ഇതിൻ്റെ കോഡ് വരിക N18.6. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതിൻ്റെ സ്റ്റേജ് അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ 4th ക്യാരക്ടർ വരുന്നത്. അതായത് സ്റ്റേജ് 2 എന്ന് പറയുകയാണെങ്കിൽ N18.2 ആയിരിക്കും, ലാസ്റ്റ് ക്യാരക്ടർ വരുന്നത് 2 ആയിരിക്കും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക, കാരണം എക്സാമിന് വരുമ്പോൾ ചിലപ്പോൾ സ്റ്റേജ് 3 CKD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുക്കിൽ പോലും നോക്കാണ്ട് നമുക്ക് എഴുതാൻ പറ്റും N18.3 ആണ് അതിൻ്റെ കോഡ് വരാന്നുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ മൈൽഡ് മോഡറേറ്റ് സിവിയർ എന്നുള്ളത് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. സ്റ്റേജ് 2 ആണ് മൈൽഡ്, സ്റ്റേജ് 3 മോഡറേറ്റ്, സ്റ്റേജ് 4 സിവിയർ. ഇപ്പോൾ ചിലപ്പോൾ എക്സാമിന് സിവിയർ CKD എന്നായിരിക്കും പറയാ, സിവിയർ സ്റ്റേജ് CKD എന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ബുക്കിൽ പോലും നോക്കാതെ നമുക്ക് ഈ ഒരു ഗൈഡ് ലൈൻ അറിയാമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും N18.4 ആണ് അതിൻ്റെ ആൻസർ വരാന്നുള്ളത്. ഇനിയിപ്പോൾ CKDയുടെ ഒരു സ്റ്റേജും അതുപോലെ തന്നെ ESRDയും ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ESRDക്ക് മാത്രം കോഡ് ചെയ്താൽ മതി. അതായത് N18.6 മാത്രം കോഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സ്റ്റേജ് 5 ക്രോണിക് കിഡ്നി ഡിസീസ് വിത്ത് ESRD റിക്വയറിംഗ് ക്രോണിക് ഡയാലിസിസ്. ഇപ്പോൾ ഇതിൻ്റെ ആൻസർ വരിക N18.6. അതായത് നമ്മൾ ESRDക്കാണ് കോഡ് ചെയ്തേക്കുന്നത്. സ്റ്റേജ് 5 ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിനോടൊപ്പം തന്നെ ESRD എന്നും ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ സ്റ്റേജ് 5ന് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ESRDക്ക് മാത്രമാണ് കോഡ് ചെയ്യേണ്ടത്. അതായത് N18.6 എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ്. അതുപോലെ തന്നെ രണ്ടാമത് കോഡ് ചെയ്യുക റീനൽ ഡയാലിസിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് Z99.2 കോഡ് എടുക്കുക. നെക്സ്റ്റ്, ക്രോണിക് കിഡ്നി ഡിസീസ് ആൻഡ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് സ്റ്റാറ്റസ്. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് എന്താണെങ്കിലും സം ഫോംസ് ഓഫ് CKD ഉണ്ടാവും. അത് നോർമലാണ്. അങ്ങനെ വരുന്ന കണ്ടീഷനിൽ നമ്മൾ ആദ്യം CKDയുടെ സ്റ്റേജ് കോഡ് ചെയ്യുക, രണ്ടാമത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് സ്റ്റാറ്റസിന് കോഡ് ചെയ്യുക, അതായത് Z94.0 കോഡ് ചെയ്യാം. ഇനിയിപ്പോൾ എന്തെങ്കിലും ഫെയിലിയറോ അല്ലെങ്കിൽ റിജക്ഷനോ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിലാണ് നമ്മൾ അതൊരു കോംപ്ലിക്കേഷൻ ആയിട്ട് എടുക്കുക. അങ്ങനെ വരുന്ന കണ്ടീഷനിൽ നമ്മൾ T86.1 സബ് കാറ്റഗറിന്നാണ് കോഡ് എടുക്കേണ്ടത്, കോംപ്ലിക്കേഷൻസ് ഓഫ് കിഡ്നി ട്രാൻസ്പ്ലാന്റ്. പിന്നെ അതുപോലെ തന്നെ അഡീഷണലി എന്താണ് കോംപ്ലിക്കേഷൻ എന്നുള്ളതിനും കോഡ് ചെയ്യണം. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പേഷ്യൻറ്റ് വിത്ത് റെസിഡ്വൽ ക്രോണിക് കിഡ്നി ഡിസീസ് സ്റ്റേജ് 1 ആഫ്റ്റർ കിഡ്നി ട്രാൻസ്പ്ലാന്റ്. അപ്പോൾ ഈ കണ്ടീഷനിൽ നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് ക്രോണിക് കിഡ്നി ഡിസീസ് സ്റ്റേജ് 1 ആണ്. അപ്പോൾ N18.1 വരും. രണ്ടാമത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് സ്റ്റാറ്റസിന് Z94.0 കോഡ് ചെയ്യാം. ലാസ്റ്റ് ഗൈഡ് ലൈൻ ക്രോണിക് കിഡ്നി ഡിസീസ് വിത്ത് അതർ കണ്ടീഷൻസ്. അതായത് CKDയുടെ കൂടെ വേറെ ഏതെങ്കിലും കണ്ടീഷൻസ്, ഹൈപ്പർ ടെൻഷനോ അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസോ ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ടാബുലാർ ലിസ്റ്റിലുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് വേണം കോഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ടൈപ്പ് 1 ഡയബറ്റിക് ക്രോണിക് കിഡ്നി ഡിസീസ് സ്റ്റേജ് 2. അപ്പോൾ ഈ കേസിൽ ഫസ്റ്റ് കോഡ് വരിക E10.22 ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ് വിത്ത് ഡയബറ്റിക് ക്രോണിക് കിഡ്നി ഡിസീസ്. രണ്ടാമത് N18.2 ക്രോണിക് കിഡ്നി ഡിസീസ് സ്റ്റേജ് 2. ഇപ്പോൾ നമ്മൾ E10.22 കോഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് എഴുതിയിട്ടുണ്ട് യൂസ് അഡീഷണൽ കോഡ് ടു ഐഡന്റിഫൈ സ്റ്റേജ് ഓഫ് ക്രോണിക് കിഡ്നി ഡിസീസ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും രണ്ടാമതാണ് സ്റ്റേജ് വരിക എന്നുള്ളത്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.